ഹലോ ഗൈസ്, നമുക്ക് പരവാനി വരെ ബൊക്കറിയാനി വരെ പോയിട്ട് വരാം. അങ്ങനെ 5 മണിയായപ്പോൾ ഞങ്ങളെ വന്ന് സഹലും സുലും കൂടെ പിക്കാക്കി. അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ നേഹയുടെ ഫ്ലാറ്റിന് മുമ്പിൽ ഒത്തുകൂടി. വളരെയധികം സമയത്തിന് ശേഷം അവരെല്ലാവരും കൂടെ വന്നു. അങ്ങനെ 5 മണിക്ക് പ്ലാനറ്റ് ട്രിപ്പ് 8 മണിയായപ്പോൾ തുടങ്ങി. ഇതൊക്കെയായിരുന്നു വണ്ടിക്കുള്ളിലെ ഞങ്ങളുടെ കലാപരിപാടികൾ. ആദ്യം പോയ വഴികളൊന്നും പച്ചപ്പും ഹരിതാപവും നിറഞ്ഞതില്ലായിരുന്നെങ്കിലും പോകെ പോകെ പിന്നെ അടിപൊളിയായി മാറി. 3 വണ്ടികളിലായി 15 പേരായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. റംസാൻ മാസത്തെ ട്രിപ്പ് പോയ ഇഡ്ലിസും കുഞ്ഞുങ്ങളെല്ലാം കേട്ടോ ഞങ്ങൾ. വണ്ടിയെടുത്ത വീഡിയോ ഇപ്പം എഡിറ്റ് ചെയ്തിട്ടു മാത്രം. ഈ മഞ്ഞ് വരിച്ച വെള്ളപ്പരിപാടിനിടയിൽ ഒരു റിസർവർ എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് സാൽക്ക. പോകുന്ന വഴി ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായി സ്നോസ്ട്രോം എക്സ്പീരിയൻസ് ഉള്ള ഭാഗ്യം കിട്ടി. ആ സമയത്ത് നമ്മൾ ഈ സ്വർഗത്തിലൂടെ പോകുന്നു പറയില്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാനായി ഞങ്ങൾ വണ്ടി സൈഡാക്കി ഓരോരുത്തരായി പുറത്തോട്ടിറങ്ങി. രാവിലെ ഇട്ട പുട്ട് മൊത്തം പോകുമെന്ന് ഓർത്ത് ഞാൻ പുറത്തിറങ്ങിയില്ല. പുറത്തിറങ്ങിയ ഒരു വിദഗ്ധന്റെ അഭിപ്രായമാണ് നിങ്ങളിപ്പം കേട്ടത്. അവിടുന്ന് ഞങ്ങൾ പിന്നെയും യാത്ര തിരിച്ചു. ആൻഡ് വി റീച്ച്ഡ് അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പർവാനി ലേക്ക് ഓർ ദ ഫ്രോസൺ ലേക്ക്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് ഫ്രോസൺ ലേക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരധികം എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിലോ ഭയങ്കരധികം തണുപ്പായിരുന്നു. അങ്ങനെ ആ എക്സൈറ്റ്മെന്റ് ഒരു പൊടിക്ക് കുറഞ്ഞു. അങ്ങനെ ഭയങ്കരധികം തണുത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ലേക്കിന്റെ അങ്ങോട്ടേക്ക് പോയില്ല. ഈ കാണുന്നതാണ് പർവാനി ലേക്ക് ഓർ ദ ഫ്രോസൺ ലേക്ക്. മൊത്തത്തിൽ മഞ്ഞു മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു ലേക്ക് ഉണ്ടെന്ന് പോലും പറയത്തില്ല. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ആക്കിയിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചു. ബാക്കി നാളെ